എപ്പോഴും എനിക്കെന്താ നിന്റെ വീട്ടിൽ വന്നൂടെ? ആ നീ എന്താ കൃഷിയൊക്കെ തുടങ്ങിയ? കൃഷിഭവനിന്നേ കുറച്ച് മലക്കറി വിത്ത് കിട്ടിയച്ചോ, അത് ഇന്ന് കുഴിച്ചിടാന്ന് വിചാരിച്ചു. വന്നാട്ടെ, അങ്ങോട്ട് ഇരിക്കാം. ആയിക്കോട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇതെന്ത് പറ്റി? അച്ഛാ, ഞാൻ തറ തുടച്ചോണ്ട് നിൽക്കുകയായിരുന്നു അച്ഛാ. അപ്പൊ ഈ മോപ്പ് അങ്ങനെ ഓടിപ്പോയിട്ട് ഞാനങ്ങ് മറിഞ്ഞു വീണട്ടെ, തെന്നി ചെന്നിട്ട് ആ ഡൈനിങ് ടേബിളിലോട്ട് വിരലിലൊന്നും ഇടിച്ചു വെച്ചാൽ ഒരു പൊട്ടലുണ്ട്. നീ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ ഇവൻ ജോലിയൊന്നും ചെയ്യത്തില്ല. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അവൻ നല്ലവണ്ണം കിളക്കത്ത് നിൽക്കുകയാണല്ലോ. വെറുതെ ആണച്ചോ, ഒരു പണിയും ചെയ്യത്തില്ല. അച്ഛനെ കണ്ടോണ്ട് ഇപ്പൊ മൺവെട്ടി എടുത്തിട്ട് കളച്ചതാ. ഞാൻ കിടന്ന് കളയ്ക്കുന്നത് അച്ഛൻ നേരിട്ട് കണ്ടാണ്. ഇവിടെ എല്ലാവരും അങ്ങനെ പറയത്തുള്ളൂ. അച്ഛൻ കണ്ടില്ലേ എന്റെ കാല് വയ്യാതിരിക്കുന്നേ? കുറച്ച് പച്ചക്കറി നടാനാ അച്ഛാ. കുറേ ദിവസം കൊണ്ട് ഒരു 2-3 കുഴി എടുത്തു തരാൻ പറഞ്ഞിരുന്നുണ്ട് അച്ഛാ. ഒരു കാര്യവും നടക്കത്തില്ല. എന്റെ കാല് വയ്യാതിരിക്കുകയാണല്ലോ, അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാനായിട്ടേ. പിന്നെ എനിക്ക് ഇപ്പോഴൊന്നും വേണം. പിന്നെ ഞാൻ വന്നത് എന്താണെന്നറിയാവോ? വരുന്ന 30-ാം തീയതി നമ്മളെ ഗീവർഗീസ് പുണ്യവാളന്റെ പെരുന്നാളാണ്. ഇത്തവണ അത് കെങ്കേമമാക്കണം. എല്ലാവരും വരണം. കുർബാനയിൽ പങ്കുകൊള്ളണം. കേട്ടല്ലോ? റാസയുണ്ട്, ബാൻഡ് മേളമുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പൊ എല്ലാരും വരാം. അപ്പൊ പെരുന്നാള് അടിപൊളിയായിരിക്കും അല്ലേ അച്ചോ? തീർച്ചയായും ഞങ്ങൾ എല്ലാരും വരുവച്ചോ. ഞാനേ ഇറങ്ങട്ടെ. ശരി അച്ചോ. വർഗീസേ, നീ വൈകിട്ട് പള്ളിയിലോട്ട് ഒരു കമ്മിറ്റി ഉണ്ട്, മറക്കരുത്. ഞാൻ വരാച്ചോ. ആ ശരി. പിന്നെ പള്ളി പെരുന്നാളിന് ഒരു സാരി മേടിച്ചു തരണേ. തുടങ്ങിയല്ലോ, ഇനി എനിക്കൊരു സ്വസ്ഥത തരുന്നില്ല. പെരുന്നാളും വന്ന് മനുഷ്യന് ഒരു സ്വസ്ഥത തരാതെ. പുതിയൊരു സാരി വേണമെന്ന് പറയുമ്പോ നിങ്ങളുടെ സ്വസ്ഥത അങ്ങ് പോവോ? കഴിഞ്ഞ മാസമല്ലേ സാരി വാങ്ങിച്ചത്? കഴിഞ്ഞ മാസമോ? നിങ്ങൾക്ക് എന്ത് ബോധം വെക്കണമൊന്നുമില്ലേ? 6 മാസം മുമ്പേ സാറായുടെ മോളെ കല്യാണത്തിനെടുത്ത സാരിയാ. പിന്നെ എപ്പോഴാ എനിക്ക് സാരി എടുത്തത്? അതെന്തായാലും കൊള്ളാമല്ലോ. നീ കാര്യം തുള്ളണ്ട, ഞാൻ വാങ്ങിച്ചു തരാം. പോരെ? ഇന്ന് എന്നെ വാങ്ങിച്ചു എന്നേ പറ്റത്തുള്ളൂ. ബ്ലൗസ് സമയത്തിന് കിട്ടത്തില്ല. അതിന്റെ സെയിം ബ്ലൗസ് പോയി എടുക്കണ്ടേ? സമ്മതിച്ചു, ഇന്ന് തന്നെ വാങ്ങിച്ചു തരാം. പോരെ? ഓ, മനുഷ്യന് ഒരു സ്വസ്ഥതയും തരത്തില്ല. അതെ, ഓട്ടോ ഇപ്പൊ വരും. എനിക്ക് ആശുപത്രിയിലൊന്ന് പോണം. ഇന്ന് ഡ്രസ് ചെയ്യണം. ഡോക്ടർ പിന്നെ ഭയങ്കര തിരക്കാ അവിടെ. ഇനി നീ ഒരു കാര്യം പറയട്ടെ, ഞാൻ വാങ്ങിച്ച് തന്നില്ല എന്ന് വേണ്ട കേട്ടോ. എന്റെ ഭാര്യ പറഞ്ഞതല്ലേ, നോക്കാം. അയ്യോ 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 ചേട്ടാ. അയ്യോ അച്ഛയ്യ, സൂപ്പർ സെലക്ഷൻ. സാരിയൊക്കെ സെലക്ട് ചെയ്യാൻ അതിനെ പറ്റത്തുള്ളൂ. എവിടുന്നാ വാങ്ങിച്ചേ? അയ്യോ, പോളയത്തോട് സുന്ദരത്തിനാണോ? ഓ അത് ശരി, അവിടെ നല്ല സെലക്ഷൻ ആണല്ലേ. അയ്യോ, എന്താ വിലയായി? വില ഒന്നും തിരക്കണ്ട, എനിക്കത് ഞാൻ വാങ്ങിച്ചു തന്നെ. അല്ല ചയ, നന്നായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. നമ്മള് സാരി ഉടുക്കുമ്പോഴേ പള്ളിയിലോട്ട് ചെല്ലുമ്പോ പെണ്ണുങ്ങളൊക്കെ ചോദിക്കത്തില്ലേ എന്താ വിലയാന്ന്, അതുകൊണ്ട് ചോദിച്ചാ. ആലീസിനെ ഒന്ന് കാണിക്കണം. അവൾ എന്തൊരു പൊങ്ങച്ചോരുന്നറിയാമോ സാരി കാണിച്ച്. കേട്ടാ, ഇഷ്ടപ്പെട്ടു. അച്ചായ, ഞാനേ എനിക്ക് കാലാവുമായിരുന്നെങ്കിൽ ഒരു സുന്ദരം ചായ ഇപ്പൊ അച്ചായന് ഇട്ട് തന്നേനെ. കേട്ടാ, കാല് വയ്യാത്തോണ്ടാണ് അച്ചായ. എന്നാലും അച്ചായന്റെ സെലക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, ബ്ലൗസും കൂടെ ഒന്ന് നോക്കായിരുന്നു അച്ചായ. ഇതിനകത്തുണ്ടോ സാരി? എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഇതേ പലർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ.
സാരി എത്ര ഉണ്ടെന്ന് സത്യത്തിലേ ഈ പെണ്ണുങ്ങൾക്ക് എത്ര സാരി ഉണ്ടെന്ന് അവർക്ക് പോലും അറിഞ്ഞു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊള്ളാമോ?